ഹലോ മക്കളെ, നേപ്പാളിൽ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്നാണ് നേപ്പാളിലെ ട്രാൻസ്പോർട്ടേഷൻ. നേപ്പാളിൽ ചെന്നാൽ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഈ വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം. നേപ്പാളിലെ സംസ്ഥാനങ്ങളെ പ്രൊവിൻസുകളായാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഒരു പ്രൊവിൻസിൽ നിന്ന് മറ്റൊരു പ്രൊവിൻസിലേക്ക് പോകാനായിട്ട് ബസ്സും ഫ്ലൈറ്റും മാത്രമാണ് ഉള്ളത്. നമ്മൾ നന്നായിട്ടൊന്ന് ബാർഗെയിൻ ചെയ്താൽ ചെറിയ റേറ്റിന് തന്നെ ഈ ബസ് ടിക്കറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. നേപ്പാളിൽ ഇന്ത്യയിലെ പോലെ ഓട്ടോറിക്ഷാസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ടാക്സി ആയിട്ട് കാറും ബൈക്കും മാത്രമാണ് ഓടുന്നത്. നമ്മുടെ ഊബറും ഓലയും പോലെ പത്താവോ എന്ന ആപ്പാണ് ഇവിടെ ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 1 കിലോമീറ്റർ പോകാൻ തന്നെ ഏകദേശം 150 നേപ്പാളി രൂപ മുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോക്കലായി പോകാൻ പറ്റുന്നത് ബസ്സിലാണ്. ഇവിടെ അങ്ങനെ നേപ്പാളി ഗവൺമെന്റ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന ബസ്സുകളെല്ലാം തന്നെ പ്രൈവറ്റ് ആയി ഓടുന്നവയാണ്. മെയിൻ സ്ഥലങ്ങളെ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ബസ്സുകളെല്ലാം ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടാണെങ്കിൽ ഈ ബസ് മാത്രം പോരാതെ വരും. പിന്നെ ഉള്ളത് ഷെയർഡ് ജീപ്പുകളാണ്. അതിന്റെ റൂട്ടൊക്കെ മനസ്സിലാക്കാൻ നമ്മളെപ്പോലെ 2-3 ദിവസം മാത്രം നേപ്പാൾ കണ്ടവർക്ക് കുറച്ച് പാടായിരിക്കും. ടൂറിസ്റ്റുകൾക്ക് നേപ്പാൾ കറങ്ങിക്കാണാൻ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ യാത്രാമാർഗം റെന്റൽ ബൈക്കോ സ്കൂട്ടറോ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 500 നേപ്പാളി തുടങ്ങി വണ്ടികൾ നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും ഒരു ദിവസത്തേക്ക്. നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ മതിയാകും ഇവിടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കരുതി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നേപ്പാളിൽ പോയാൽ എങ്ങനെ ചുറ്റിക്കാണാം എന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.